വളരെ നന്നായി രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം 8 മണിയോടുകൂടി പ്രധാനപ്പെട്ട വേദിയിൽ ഭജന ആരംഭിക്കും. കൃത്യം 9:30 തന്നെ ഉദ്ഘാടനം നടത്തണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ നന്നായി പോകുന്നു. ഓക്കെ. ഭജന 8 മണിക്ക് തുടങ്ങും. ഭജന അല്ല, അതെ. ഈ എല്ലാവർക്കും ശബരിമല വിസിറ്റ് ഉണ്ടോ വൈകിട്ട് പരിപാടിക്ക് ശേഷം? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നവർ, ദർശനം ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്കെല്ലാം ദർശനം ഒരുക്കും. ഈ 3000 പേരിൽ ഒരു 1500 പേരെങ്കിലും വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരിന്ന് ഇറങ്ങും. അവരിന്ന് മിക്കവാറും ഒക്കെ ഇന്ന് ഇറങ്ങാനാണ് സാധ്യത. കാരണം അവർക്കൊക്കെ പലയിടത്തും വന്ന ആളുകൾക്കൊക്കെ ടിക്കറ്റൊക്കെ നാളെ രാവിലെയൊക്കെ അല്ലേ. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് രാത്രി തന്നെ ദർശനം പൂർത്തിയാക്കി തിരിച്ചു പോകും. നമ്മൾ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ വിളിച്ചിരുന്നു. ഇപ്പം പ്രോഗ്രാം നോട്ടീസൊക്കെ കാണുമ്പം തമിഴ്നാട്ടിൽ നിന്ന് 2 മന്ത്രിമാർ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തരാണ്, സാധാരണ അയ്യപ്പ ഭക്തരാണ്. അവരെല്ലാം ഞങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെല്ലാം വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവരും സമന്മാരാണ്, VIP മന്ത്രിമാർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും. ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ വരുന്ന സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം, അവരുടെ നിർദ്ദേശങ്ങൾ എടുക്കണം, അവരുടെ അഭിപ്രായം സ്വരൂപണം നടത്തണം. ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കി അത് തുടർ പ്രവർത്തനങ്ങളുമായി നടപ്പിലാക്കി മുന്നോട്ട് പോകണം. പ്രതിപക്ഷം കൂടി ഇതിനോട് സഹകരിക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. എപ്പോഴും അങ്ങനെയാണല്ലോ, പ്രതിപക്ഷം പ്രതിപക്ഷത്തിൻ്റെ അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർക്കൊരു പൊളിറ്റിക്സും ഒക്കെ ഉണ്ട്. കേവലം ഒരു രാഷ്ട്രീയം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു രാഷ്ട്രീയവുമില്ല. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പോകുവാനാണ് ഞങ്ങളൊരു ശ്രമം നടത്തിയത്. പക്ഷേ പല കാരണങ്ങൾ, അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടാവും. അതിനെയൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം ഒന്നായിരുന്നു, ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ വിശ്വാസികളുടെ പൊതുവായ കാര്യമാണല്ലോ, അപ്പോൾ ഇത് ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നല്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇതിനകത്ത് സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പറയുന്നതും, അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾ പ്രവർത്തിച്ചതും. അതിൽ ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരെന്നോ കേരള സർക്കാരെന്നോ പ്രതിപക്ഷമെന്നോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ തുടക്കം മുതലേ അതിനെ സഹകരിപ്പിക്കാൻ തന്നെയാണ് ശ്രമിച്ചത്. ഞങ്ങളുടെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ ഉൾപ്പെടെ നേരിട്ട് കത്തയക്കുകയും നേരിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത രീതിയിലാണ് മുന്നോട്ട് പോയത്. പക്ഷേ കാര്യങ്ങൾ വന്നപ്പോൾ എന്തോ ഒരു വിയോജിപ്പ്, എനിക്കറിയില്ല. എന്തായാലും ഞങ്ങൾക്ക് യാതൊരുവിധ ദേവസ്വം ബോർഡിന് ഒരു രാഷ്ട്രീയവുമില്ല. താങ്കൾ ഒന്ന് കാണാൻ ശ്രമിച്ചു പ്രതിപക്ഷ നേതാവിനെ, അന്ന് കാണാൻ പറ്റിയില്ല. പിന്നീടൊരു ശ്രമം നടത്തിയോ? അല്ല, പിന്നീട് നമുക്ക് അതിനൊരു അവസരം ഉണ്ടായില്ല. എന്തായാലും പിന്നെ അദ്ദേഹം കാണാൻ താല്പര്യം വന്നാലല്ലേ നമ്മൾ പോകാൻ സാധിക്കും. വീണ്ടും അപമാനിക്കപ്പെടാൻ സ്ഥലം MP കാണുന്നില്ല. സ്ഥലം MP അവരെല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. ഓക്കെ, നടക്കുന്നു. ഞങ്ങളൊരു 9 മണി വരെ രജിസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഓരോ പ്രതിനിധി വരുമ്പോഴും അവർക്കൊരു റോസാപ്പ് നൽകി കളഭമിട്ട് സ്വീകരിച്ച് കൊണ്ടുപോവുക എന്നുള്ള തരത്തിലാണ് ഞങ്ങൾ പിന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചത്. പോസിറ്റീവ് എനർജി കയറുമ്പോൾ തന്നെ പോസിറ്റീവ് എനർജി വരണമല്ലോ, ഭഗവാന്റെ കാര്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായും പോസിറ്റീവ് എനർജി ഉണ്ടാകണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭജന തുടങ്ങും. ആദ്യം ഭജന 8 മണിക്കാണ് ഭജൻ തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ മുഖ്യവേദിയിലാണ്. ഡിവോഷണൽ ഒരു പിന്നെ ഭക്തിഗാനങ്ങൾ അതെങ്ങനെയാണ് വൈകിട്ട്? എല്ലാം അങ്ങനെ ആയിരിക്കുമല്ലോ. സ്വാഭാവികമായും ഭക്തിഗാനങ്ങളും തന്നെയല്ലേ വരേണ്ടത്. പ്രതിപക്ഷം പങ്കെടുക്കാത്തതൊരു ഇച്ചിരി കളർ കുറയ്ക്കുന്നുണ്ട് പരിപാടിയുടെ. ഇല്ല, അത് കാരണം ഇതിലെ പ്രതിപക്ഷം ഭരണപക്ഷം എന്നൊന്നും ഇല്ലല്ലോ. ഇത് വിശ്വാസികളുടെ കാര്യമല്ലേ. അപ്പം അവിടെ പ്രതിപക്ഷം ഭരണപക്ഷം ഒന്നുമില്ല. വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ശബരിമല പിന്നെ ക്ഷേത്രത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെല്ലാം ഇവിടെ വരും. അവരെല്ലാം ഇതിൽ പങ്കെടുക്കും. അവർ പറയുന്ന ആഗോള അയ്യപ്പ സംഘമല്ല, ആഗോള അയ്യപ്പ നിക്ഷേപക സംഘമൊന്നും. എന്തും പറയാനല്ലോ. നിക്ഷേപം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല. ഒരു അമ്പലത്തെ സംബന്ധിച്ച് അതാരായാലും നിക്ഷേപമല്ല, സമർപ്പണമാണ്. ആ വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. നമസ്കാരം. ക്ലിയർ ആയല്ലോ. അപ്പോൾ നിക്ഷേപം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. അത് ആരുപയോഗിച്ചാലും, ഭരണപക്ഷം ഉപയോഗിച്ചാലും പ്രതിപക്ഷം ഉപയോഗിച്ചാലും ഒരു അമ്പലത്തെ സംബന്ധിച്ചും നിക്ഷേപമില്ല, സമർപ്പണം മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഈ 3 സെമിനാറുകളും മറ്റും നടക്കുമ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റിന് ഒരു ദിശ വരും എന്ന് അങ്ങനെ ദിശ വരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. കാരണം എത്രയോ വർഷക്കാലമായി ഇവിടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നും ആയില്ലല്ലോ. ഏറ്റവും ഒടുവിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണല്ലോ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുന്നത്. ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ എത്തുന്നവരാണല്ലോ, പ്രധാനപ്പെട്ട നമ്മുടെ ഡെലിഗേറ്റ്സ് ഇവിടെ എത്തുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ വാങ്ങുക. നമ്മളിപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാനാണ്. ഹൈപ്പവർ കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞു, ഗവൺമെൻറ് അംഗീകരിച്ചു. പക്ഷേ ഇത് താഴെ പ്രായോഗിക തലത്തിൽ എത്തിക്കുമ്പോൾ എന്തൊക്കെയാണ് അവരുടെ നിർദ്ദേശങ്ങൾ? അവരല്ലേ ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ നിർദ്ദേശങ്ങൾ സംശീകരിക്കുക. അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ക്രൗഡ് മാനേജ്മെൻറ്റാണ്. ആ ക്രൗഡ് മാനേജ്മെൻറ്റിൽ അവർക്കുള്ള നിർദ്ദേശങ്ങൾ എന്താണ്?
പിന്നെ പിൽഗ്രിം ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി സ്വാംശീകരിച്ച് ശബരിമലയുടെ ആകെ ഒരു വികസനം സാധ്യമാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. കഴിഞ്ഞ 9 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ മറ്റൊരു ചോദ്യം. കഴിഞ്ഞ 9 വർഷം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് കഴിഞ്ഞ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം തന്നെ അവർക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വന്നു, കേന്ദ്രമന്ത്രിമാർ വന്നു, ആരെല്ലാം ഇവിടെ വന്നു, അവരെല്ലാം എന്താ പറഞ്ഞിട്ട് പോയത്? ഗംഭീരമായി എന്നല്ലേ പറഞ്ഞിട്ട് പോയത്. അപ്പോൾ കഴിഞ്ഞ വർഷവും വളരെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം യാതൊരുവിധ പരിഭവങ്ങളും ഇല്ലാതെ പ്രശ്നങ്ങളും ഇല്ലാതെ നമ്മൾ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കിയത്. അതുതന്നെയല്ലേ ദേവസ്വം ബോർഡിൻ്റെയും സർക്കാരിൻ്റെയും അംഗീകാരം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ സർക്കാരിന് എന്ത് കാര്യമെന്ന് ചോദിക്കുന്നവർക്ക് മറുപടി, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി നമ്മുടെ 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം സംഘടിപ്പിക്കുന്നത് ആരാണ്? ദേവസ്വം ബോർഡ് മാത്രം കൂടുന്ന കാര്യമാണോ? സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെയല്ലേ. അപ്പോൾ അതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഘത്തിന് എടുക്കുമ്പോൾ. ഇവിടെ വരുമ്പോൾ മാത്രം എന്താണ് സർക്കാർ ഇതിനെ സഹായിക്കുന്നതിനെ എതിർപ്പ് പറയേണ്ട കാര്യം? ഇങ്ങനൊരു സംഗമം നടത്തുമ്പം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും ചർച്ചയിലാകും. സർക്കാർ നിലപാടിൽ മാറ്റം വന്നോ, അവർക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നതുകൂടി സ്വാഭാവികമായി ഉയരും. ഇവിടെ ഇപ്പോൾ യുവതീ പ്രവേശനം ഇവിടെ ചർച്ചയല്ലല്ലോ. ഇനി എത്രയോ കാലമുണ്ട്, ഭരണഘടനാ ബെഞ്ചിലേക്കൊക്കെ വരുന്ന അങ്ങനെ പോവും. ആ സമയത്തല്ലേ ആ നിലപാടെടുക്കേണ്ടത്. പക്ഷേ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിരാകരിച്ച് പോവുകയാണെങ്കിൽ ഇല്ലേ പ്രശ്നമുള്ളൂ. കഴിഞ്ഞ 5-6 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ലാതെ പോവുകയല്ലേ. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവമാണ് ഞങ്ങൾ അവരുടെയൊക്കെ മുന്നിൽ വയ്ക്കുന്നത്. എന്ത് മനോഹരമായിട്ടാണ്. ഏതെങ്കിലും ആചാരം അല്ലെങ്കിൽ കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ സത്യവാങ്മൂലം അറിയാലോ, അതിലേതെങ്കിലും തരത്തിൽ തിരുത്തൽ വരുത്തേണ്ട കാര്യമുണ്ട്? അല്ല, കോടതിയിൽ ദേവസ്വം ബോർഡിൻ്റെ സത്യവാങ്മൂലം പിന്നെ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് തന്നെയല്ലേ. അല്ല, സർക്കാരിൻ്റെ അതൊക്കെ ആ സമയമാകുമ്പോൾ തീരുമാനങ്ങൾ വരുമെന്നേ. ആ സമയത്ത് നമുക്ക് നോക്കാം. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ ഒരു ശക്തമായ നിലപാടുണ്ട്. ആചാരങ്ങളും വിശ്വാസവും സംരക്ഷിക്കപ്പെടണം. അത് ആ സമയത്ത് കോടതിയെ ബോധ്യപ്പെടുത്താൻ നന്നായി. കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ എന്താണ് ബോർഡ്? അല്ല, അതൊക്കെ ഉചിതമായ സമയത്ത് തീരുമാനങ്ങളുണ്ടാവും. അല്ല, അത് പിൻവലിക്കേണ്ടതല്ലേ? തീർച്ചയായും അതൊക്കെ പിൻവലിക്കണമല്ലോ. അതൊക്കെ സർക്കാർ ഇവിടെ ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ജനകീയ സർക്കാരാണല്ലോ ഉള്ളത്. അവർ ആ സമയത്ത് വേണ്ട തീരുമാനം പിൻവലിക്കണമെന്നതാണ് ദേവസ്വം ബോർഡ്. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ശരി.